ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ. ഇന്ന് നമ്മൾ നട്ടു വളർത്തപ്പെട്ട മുന്തിരിച്ചെടി അല്ലെങ്കിൽ യഹോവയുടെ മുന്തിരിയാണ് എന്നുള്ള വിഷയമാണ് ചിന്തിക്കുന്നത്. ചെടികൾ പല തരമുണ്ട്. ചില ചെടികൾ ചില കാലങ്ങളിൽ വളരും. അവയുടെ ആയുസ്സിനൊരു പരിധിയുണ്ട്. കുലച്ചാൽ വെട്ടിക്കളയുന്ന വാഴ പോലെ. എന്നാൽ ചില വൃക്ഷങ്ങൾ കാലാകാലം നിലനിൽക്കും, ദേവദാരുവിനെ പോലെ. ഇസ്രായേൽ ജനം ദൈവം മിസ്രയീമിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന മുന്തിരിവള്ളി ആണെന്നും ആ വള്ളിയെ തമ്പുരാൻ ദേവദാരു വൃക്ഷമാക്കിയെന്നും സങ്കീർത്തനക്കാരൻ പറയുന്നു. ചേറ്റിൽ കിടന്ന നാമാകുന്ന മുന്തിരിവള്ളി കർത്താവിൻ്റെ കരസ്പർശമേറ്റപ്പോൾ തഴച്ചു വളർന്ന് ദേവദാരു വൃക്ഷമായി രാജകീയ പുരോഹിത വർഗമായി. ഇസ്രായേലിനെ ഒരു മുന്തിരിവള്ളിയായും തോട്ടമായും വേദപുസ്തകത്തിൽ പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. ഹോശേയ പ്രവാചകൻ 10:1 ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആസാഫ് 80 സങ്കീർത്തനത്തിൽ നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു, നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിൻ്റെ കൊമ്പുകൾ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. എന്നാൽ അത് വഴി പോകുന്നവർ അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേരുകളെ പൊളിച്ചു കളഞ്ഞു, കാട്ടുപന്നി അതിൽ മാന്തിക്കളഞ്ഞു, മൃഗങ്ങൾ അത് തിന്നുകളഞ്ഞു. അതുകൊണ്ട് നിൻ്റെ വലങ്കൈ നട്ടിട്ടുള്ള നീ വളർത്തിയ തൈയെ പാലിക്കണം. തീ വച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. അത് നിൻ്റെ മുഖത്തിൻ്റെ സ്പർശനത്താൽ അവ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ദൈവത്തോട് യഹോവയെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് ഇവിടെ ആസാഫ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാപ്രവാചകൻ യെശയ്യാപ്രവാചകൻ യഹോവ നട്ടു വളർത്തിയ മുന്തിരിത്തോട്ടമാണ് നാം എന്ന് പറയുന്നു. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേലാണ് ഈ മുന്തിരിത്തോട്ടം യഹോവ പണിതതെന്ന് പറയുന്നു. അങ്ങനെ ദൈവം നമ്മെ വലിയ കുന്നിന്മേൽ ധാരാളം അനുഗ്രഹങ്ങളാകുന്ന വളവും വെള്ളവും നൽകി പടർന്ന് പന്തലിച്ച് നിർത്തി. അങ്ങനെ നിർത്തുമ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. മധുരമായ വീഞ്ഞ് നമ്മിൽ നിന്ന് ഒഴുകണം. അതിനാൽ ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടി വലിയ പ്രതീക്ഷയാൽ നടുവിലൊരു ഗോപുരം പണിതു ഒരു ചക്കിട്ടു. മുന്തിരി കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. എന്നാൽ നമ്മിൽ നിന്ന് കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയാണ്. യഹോവ അരുളിച്ചെയ്യുന്നു, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. അടുത്തതായിട്ട് 4-ാമതായിട്ട് യിരെമ്യാ പ്രവാചകൻ പറയുന്നത് നമുക്ക് നോക്കാം. എൻ്റെ ജനൻ 2 ദോഷം ചെയ്തിരിക്കുന്നു. അവൻ ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു. നിൻ്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയായി, നിൻ്റെ
വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നീ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്കില്ലാതെ ആയിരിക്കുന്നതും എത്ര ദോഷവും കയ്പുമായുള്ള കാര്യമാണെന്ന് അറിഞ്ഞ് കൊള്ളുക. പണ്ട് തന്നെ നീ നുകം തകർത്ത് നിൻ്റെ കയറ് പൊട്ടിച്ച് ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചയായ കീഴൊക്കെയും നീ വേശ്യയായി കിടന്നു എന്നും പറയുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരവള്ളിയായി നല്ല തൈ ആയി നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരി വള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെയെന്ന് ഇവിടെ യിരെമ്യാ പ്രവാചകൻ വിലപിക്കുകയാണ്. അടുത്തത് അഞ്ചാമതായിട്ട് മോശ. പുറപ്പാട് പുസ്തകത്തിൽ 15:17 ഇങ്ങനെ പറയുന്നുണ്ട്, മോശയും ജനവും ചെങ്കടൽ കടന്നതിന് ശേഷം മോശ ആത്മാവിലൊരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിലും ദൈവം പർവ്വതത്തിൽ നട്ട ജനതയാണ് ഇസ്രായേൽ ജനമെന്ന് പറയുന്നു. നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിന് ഒരുക്കിയ സ്ഥാനത്ത് യഹോവയെ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ തന്നെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെങ്കടൽ കടന്നാലേ മരുഭൂമിയിലേക്ക് കടക്കുവാൻ പറ്റൂ. മരുഭൂമി കടന്നാലേ കനാനിൽ ദൈവത്തിന് നടുവാൻ പറ്റൂ. ദേവദാരു കൊമ്പ് പോലെ പടർന്ന് നിൽക്കണമെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മെ നടുവാൻ കൊടുക്കണം. മിസ്രൈം വിടണം. നമ്മെ അടിമകളാക്കി വച്ചിരിക്കുന്ന പലതരത്തിലുള്ള പാപങ്ങളെ വിടണം. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കണം. വെള്ളത്തിലും തീയിലും കൂടെയും കടക്കേണ്ടി വരും. എങ്കിലും മുന്തിരി ചെടിയെ ദൈവം നശിപ്പിക്കുകയില്ല. ആറാമതായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകുമെന്ന് പറയുന്നു. സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിൻ്റെ മക്കളാണ് നാം. ആ മുന്തിരിവള്ളിയിൽ വസിച്ചാൽ മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ. നമുക്ക് തീയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും കടക്കേണ്ടി വന്നേക്കാം. ഭയപ്പെടേണ്ട. അത് നിന്നെ സ്വർഗീയ കനാനിൽ എത്തിക്കുവാൻ മാത്രം. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ്റെ വാക്ക് നമുക്ക് അനുസരിക്കാം. നാം ദൈവത്തിൻ്റെ വക, ദൈവത്തിൻ്റെ കൃഷി, കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ ശാഖയായി വസിച്ച് ഫലം നൽകുന്നവരായി മാറാൻ പ്രിയ സഹോദരിമാരെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.